ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഫോട്ടോജിക്ക് ഞാൻ പോകണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കുര്യച്ചൻ്റെ നടയിൽ പോകണമെന്ന്. അതെ, നമ്മുടെ പ്രാന്തൻ കുര്യച്ചൻ, അതായത് കൂനം കുരിശി ചർച്ച എന്നാട്ടോ ശരിക്കും പേര്. പക്ഷേ കുര്യച്ചൻ്റെ നട എന്നാണ് ഞാൻ പറയാറ് കേട്ടോ. ഞാൻ എന്നല്ല, ഒട്ടുമിക്കവരും അങ്ങനെ തന്നെ പറയാറ്. ശരി, ഈ കുര്യച്ചനെ കുറിച്ച് അറിയില്ലാത്ത ആരെല്ലാം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഭീഷ്മപർവ്വ സിനിമയിൽ മമ്മൂക്കാൻ്റെ ഒരു ഡയലോഗ് ഒന്ന് വൻ ഹിറ്റായപ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് കുര്യച്ചൻ്റെ കാര്യം എത്തി അല്ലേ, പ്രാന്തൻ കുര്യച്ചൻ. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളത്. ആദ്യമൊക്കെ നമ്മളും വിചാരിച്ചുകൊണ്ടിരുന്നത് കുര്യച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണത് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുര്യച്ചന് നേരും, അല്ലെങ്കിൽ കുര്യച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോഷണം പോയ സാധനം ആരെടുത്തോ അവർ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. അല്ലാത്ത പക്ഷം അവർക്ക് ഭ്രാന്ത് പിടിക്കും. അതായത് ആരാണോ അത് എടുത്തതെന്ന് നമ്മളെ കാണിച്ച് തരും. ഇതാണ് വിശ്വാസം. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കുര്യച്ചനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാട്ടോ. പിന്നെ വളർന്നു വന്നപ്പോഴേക്കാണ് മനസ്സിലായത് അവിടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും കുര്യച്ചനോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും താഴേക്ക്, അതായത് അത്രയും തകർന്ന് തരിപ്പണമായി പോകുന്ന സമയങ്ങളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തണത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ശക്തി തന്നെ ഒരേ ഒരാൾ എൻ്റെ കുര്യച്ചനാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കണ പോലെയൊക്കെ തോന്നാം, എന്നാലും കുറച്ച് പറയാം അല്ലേ. കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും ജെസ്യൂട്ട് പാതിരിമാരും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്താൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെ 1653 ജനുവരി 3 കൊച്ചിക്ക് സമീപമുള്ള മട്ടാഞ്ചേരിയിൽ വെച്ച് പരസ്യമായി എടുത്ത പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം. ഇത് കൂനൻ കുരിശ് കലാപം എന്നും അറിയപ്പെടുന്നു. 2500ഓളം വരുന്ന വിശ്വാസികൾ കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ച് ഒരേ സമയം സത്യം ചെയ്യുക വഴിയായി ഭാരം കാരണം കുരിശ് ഒരു വശത്തേക്ക് വളഞ്ഞുവെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ സംഭവം കൂനം കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വിശ്വാസികൾ വടം കെട്ടി വലിച്ചതിൻ്റെ ഭാഗമായി കുരിശിന് കൂന് വന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവർ പോർച്ചുഗീസ് ഭാഷയിൽ പറയണത് കൂന് വന്ന കുരിശിന് പാൻക്രൂസ് ആണ്. നമ്മളത് മലയാളീകരിച്ച് പറഞ്ഞ് അത് പ്രാന്തൻ കുര്യച്ചനായി മാറി. പിന്നെ ഇവിടെ നമ്മൾ കുര്യച്ചന് മെയിനായിട്ട് സമർപ്പിക്കുന്നത് മാലയാട്ടോ, അതായത് പൂമാല. അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് 30 രൂപയ്ക്കാട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ അകത്ത് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാലയുണ്ട്. അത് നമ്മൾ കുരിശിൽ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹം, അതായത് നമുക്ക് എന്ത് കാര്യമാണോ നടക്കുക പറയാം. ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അത് നമ്മുടെ കുര്യച്ചൻ നമുക്ക് നടത്തി തരും. അതുപോലെ തന്നെ ഈ പള്ളിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് 24 hours ഉള്ളതാട്ടോ. അതായത് ഇത് അടയ്ക്കാറില്ല. ഏത് രാത്രി ചെന്നാലും നമുക്ക് കുര്യച്ചനെ കാണാനും പ്രാർത്ഥിക്കാനും പറ്റുന്നതാണ്.